ഈ മാസം 10-ന് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടായതിനു ശേഷം ആദ്യത്തെ പരിപാടി ഒരുങ്ങുകയാണ് ചെങ്കോട്ട. ഗുരു തേജ് ബഹാദൂറിന്റെ 350-ാം രക്തസാക്ഷിത്വ വാർഷികത്തോടനുബന്ധിച്ചുള്ള മെഗാ പരിപാടിക്കാണ് ചെങ്കോട്ട തയ്യാറെടുക്കുന്നത്. രാഷ്ട്രപതി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടി വലിയ സുരക്ഷാ വലയത്തിലാണ്. ചെങ്കോട്ടയിൽ നിന്ന് തൗഫീഖ് അസ്ലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിന് പിന്നാലെ ചെങ്കോട്ടയിൽ ഇന്ന് മറ്റൊരു വലിയൊരു പരിപാടി നടക്കാനായി പോവുകയാണ്. തേജ് ഗുരു ബഹാദൂറിന്റെ 350-ാം രക്തസാക്ഷിത്വ ദിനാചരണമാണ് ചെങ്കോട്ടയിൽ നടക്കാൻ പോകുന്നത്. രാഷ്ട്രപതിയും അതോടൊപ്പം തന്നെ മറ്റുള്ള മുതിർന്ന കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ സുരക്ഷാ വലയത്തിലാണ് ഇന്ന് ചെങ്കോട്ടയുള്ളത്. 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ CCTV ദൃശ്യങ്ങൾ CCTVകൾ ഈ പ്രദേശങ്ങളുടെ വിവിധയിടങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയും വിവിധയിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു ഈ ചെങ്കോട്ടയ്ക്ക് തൊട്ട് മുന്നിലായിട്ട് തന്നെ ആ സ്ഫോടനം ഉണ്ടായത്. അതുകൊണ്ട് ആ സമയത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്നും ബാധിച്ചിരുന്നില്ല. പ്രവർത്തനം മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു. 50,000-ത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ക്രമീകരണങ്ങളുണ്ട്, വലിയ സുരക്ഷയുണ്ട്. ഈ ചെങ്കോട്ടയിലേക്ക് കയറുന്ന എല്ലാവരെയും വലിയ പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ആളുകൾക്ക് ഇരിക്കാനായിട്ട് പ്രത്യേകം ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആളുകൾക്ക് ഇങ്ങോട്ട് വരുന്നതിന് പ്രയാസങ്ങളൊന്നുമില്ല. റോഡ് മുതൽ തന്നെ സുരക്ഷയെല്ലാം പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഈ ചെങ്കോട്ടയിലേക്ക് പ്രവേശിക്കാം. 250 മുതൽ 300 വരെ ക്യാമറകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. സന്ദർശകരെ വിശദമായി പരിശോധിക്കാനായിട്ട് CISF, അതോടൊപ്പം തന്നെ ഡൽഹി പോലീസ്, ബോംബ് സ്ക്വാഡ്, മറ്റ് ഏജൻസികൾ എന്നിവയുൾപ്പെടെ ഒരു ബഹുതല സുരക്ഷാ വലയം തന്നെ ഈ ചെങ്കോട്ടയിൽ വിന്യസിച്ചിട്ടുണ്ട്. ആ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവർക്ക് ഇവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നു മുതലാണ് ഈ പരിപാടി ആരംഭിക്കുന്നത്. ഈ പരിപാടിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. അതിൽ ചന്ദ്രനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1, ഡൽഹി.